ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയാണ്. ഐശ്വര്യ വിസ്മയെ വിളിച്ച് തന്റെ നെക്ലേസ് കാണാതെ പോയ കാര്യവും കൂടാതെ അഖിലിനെയും വാസുദേവനെയും ശ്യാമ രക്ഷിച്ച വിവരവും ഒക്കെ തന്നെ പറയുകയാണ്. തിരുവാഭരണം മോഷ്ടിച്ചതിന് കണ്ണൻ തന്ന ശിക്ഷയാണെന്നാ തോന്നുന്നത്. ശരിയെന്നാ ഞാൻ എൻ്റെ നെക്ലേസ് തപ്പട്ടെ, ഇതില്ലാതെ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ കോള് കട്ട് ചെയ്യുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് വിസ്മയ. എന്റെ ഭഗവാൻ, ഇനി എനിക്കെന്ത് പണിയാണോ കിട്ടാൻ പോകുന്നത്? ഇനി അതൊരു പക്ഷേ ആ വർമ്മ സാറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്റെ പാട്ടിലൂടെ ആകുമോ കിട്ടാൻ പോകുന്നത്? അത്രയും പറഞ്ഞ് പേടിയോടെ നിൽക്കുകയാണ് വിസ്മയ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. തിരുവാഭരണം പച്ചക്കറിക്കടയിൽ നിന്നും കിട്ടിയ കാര്യവും തന്നെ അറസ്റ്റ് ചെയ്ത കാര്യവും എല്ലാം തന്നെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അഖിൽ. അതേസമയം ശ്യാം അങ്ങോട്ടേക്ക് വരുന്നു. എന്താ സാർ വിഷമിച്ചിരിക്കുന്നത്? അത് പിന്നെ ഞാൻ ആ തിരുവാഭരണത്തിന്റെ കാര്യം ഓർക്കുകയായിരുന്നു. ആരോ മനഃപൂർവ്വം അത് പച്ചക്കറി കടയിൽ കൊണ്ടുവച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. എന്താണെങ്കിലും എല്ലാവരെയും ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ അഖിൽ ദേഷ്യത്തോട് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, വേണ്ട സാർ, നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. കണ്ണൻ അവർക്ക് വേണ്ട ശിക്ഷ എന്താണെങ്കിലും കൊടുക്കും. സാറിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ. സാറ് ചെന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ നോക്ക്. ശ്യാമയുടെ അഭിപ്രായത്തെ ശരിവെക്കുകയാണ് അഖിൽ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. പഴയ പുസ്തകങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണ് അശ്വതിയും ശ്രീകുട്ടിയും ചേർന്ന്. ശ്രീകുട്ടിയോട് പൊടിയാണിവിടെ, മോള് അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ടൊന്നും ശ്രീകുട്ടി കേൾക്കുന്നില്ല. തുടർന്ന് ഒരു ബുക്കെടുത്ത് ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അശ്വതി മുറിയിൽ പോയിരുന്ന് വായിക്കാൻ പറയുന്നു. അങ്ങനെ ശ്രീകുട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്യാമ വരികയാണ്. ശ്യാമയെ കാണുമ്പോൾ തന്നെ അശ്വതിക്ക് സന്തോഷമാവുകയാണ്. മോളെ ശ്യാമേ, നീ മദ്രാസിൽ പാടാൻ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങളും എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വന്നിട്ടും എന്ത് ചെയ്യാനാ? ആ അമ്മയുടെ സങ്കടങ്ങൾ ഇരുന്ന് കേൾക്കുക, അല്ലാതെ എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ ഇവിടേക്ക് ഒന്ന് ഒതുക്കി വെക്കുകയായിരുന്നു. ഞാനേ ഒരു തയ്യൽ മെഷീൻ വാങ്ങാൻ പോവുകയാണ്. മോളുടെ ചെലവും പിന്നെ കൂടാതെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരും. ഒരു സ്വയം തൊഴിലുള്ളത് നല്ലതല്ലേ എന്ന് അശ്വതി പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് ശ്യാമയും. നാളെയാണ് അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടി. നാളെ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് അച്ഛൻ വന്ന് ക്ഷണിച്ചതാണെന്ന് ശ്യാമ പറയുമ്പോൾ അശ്വതി ചോദിക്കുകയാണ്, ആനിവേഴ്സറിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ആ വസുന്ധര എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്നൊക്കെ അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനേയും നേരിടാൻ പ്രാപ്തരായിക്കൊണ്ട് തന്നെയാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താണെങ്കിലും അവിടെ നിന്ന് നല്ല അനുഭവം ഒന്നും കിട്ടില്ലെന്നറിയാം. എന്താണെങ്കിലും ഞങ്ങൾ പോകുന്നുണ്ട്. അച്ഛൻ അത്രയ്ക്കും ആഗ്രഹിച്ച കാര്യമാണെന്നും ശ്യാമ പറയുമ്പോൾ പോയി വരാൻ അശ്വതിയും പറയുന്നു. പിന്നെ മോളെ, എനിക്ക് തോന്നുന്നത് ആ തിരുവാഭരണത്തിന്റെ കേസിന്റെ പിന്നില് ആരന്തതിയും മകളും തന്നെ ആയിരിക്കും. അവരല്ലേ നിന്നെ വകവരുത്താൻ വേണ്ടി ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. മോള് അവൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തുടായിരുന്നോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതൊന്നും വേണ്ട ചേച്ചി. അവർക്കുള്ള ശിക്ഷ എന്താണെങ്കിലും എന്റെ കണ്ണൻ തന്നെ കൊടുത്തോളും. ആ പിന്നെ പിറന്നാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇന്ന് എന്റെ പിറന്നാളാ. ഞാനും ആ കാര്യം മറന്നുപോയിരുന്നു. ഇല്ലെങ്കിൽ മോളെയും കുട്ടി രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയേനെ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ശ്രീകുട്ടി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ചേച്ചി ഇപ്പോഴാണോ പറയുന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ചെറിയ സമ്മാനമെങ്കിലും വാങ്ങിക്കൊണ്ട് വരില്ലായിരുന്നോ? നമുക്കിത് എന്താണെങ്കിലും ആഘോഷിക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയുകയാണ് അശ്വതി. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ശ്രീമോള് പറയുകയാണ്, അമ്മ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അപ്പോ അമ്മയ്ക്ക് എന്താണെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ കുടുക്ക പൊട്ടിച്ച് അതിൽ നിന്നും കാശെടുക്കുകയാണ് ശ്രീകുട്ടി. അമ്മയും ശ്യാമന്റെയും അറിയാതെ ഇവിടെ നിന്ന് പോകണം. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനവും വാങ്ങണം. എന്തു വാങ്ങും? സാരി തന്നെ വാങ്ങാം. അത്രയും പറഞ്ഞുകൊണ്ട് ആ പൈസയും എടുത്തുകൊണ്ട് ശ്രീകുട്ടി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടി ഒരു കടയിലേക്ക് ചെല്ലുന്നതാണ്. കടയിലേക്ക് ചെന്നതിന് ശേഷം ഒരു സാരി വേണമെന്ന് പറയുമ്പോൾ കൂടെ ആരും വന്നിട്ടില്ലേ എന്ന് സെയിൽസ് ഗേൾ ചോദിക്കുകയാണ്. ഇല്ലെന്ന് പറയുമ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് വരാൻ അവർ പറയുന്നു. ഇല്ല, എന്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് സാരി വേണമെന്ന് ശ്രീകുട്ടി അവിടെ നിന്ന് വാശി പിടിക്കുമ്പോൾ ഓണർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് അയാൾ ചോദിക്കുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, ഞാൻ സാരി വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെനിക്ക് സാരി തരുന്നില്ല. ദാ എന്റെ കയ്യിൽ കാശുമുണ്ട്. ഇത് കേൾക്കുന്ന അയാൾ ചോദിക്കുകയാണ്, മോള് ആരുടെ കൂടെയാ വന്നത്? മോളുടെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ ഇതാ, ഞാൻ വിളിക്കാം. ഞാൻ ഒറ്റയ്ക്കാ വന്നത്. എൻ്റെ അമ്മയ്ക്ക് സമ്മാനം വാങ്ങാനാ ഞാൻ വന്നത്. നിങ്ങൾ ആ സാരി തരാൻ പറഞ്ഞ് പിടിവാശിയോടെ നിൽക്കുകയാണ് ശ്രീകുട്ടി. മോളെ, മോളുടെ കയ്യിൽ ഇത് 500 രൂപ തികച്ചുണ്ടാകില്ല. ഇത് 6000 രൂപയുടെ സാരിയാ. എന്നിട്ടും എനിക്കത് വേണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി വാശി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അരുൺ വരികയാണ്. എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് അരുൺ ചോദിക്കുമ്പോൾ
ഓണർ പറയുകയാണ്. കൊള്ളാം, അച്ഛനെ പുറത്ത് നിർത്തിയിട്ടാണോ ഒറ്റയ്ക്കാ വന്നതെന്ന് പറഞ്ഞത്? ഇത് കേൾക്കുന്ന ശ്രീകുട്ടിയും അരുണും പരസ്പരം നോക്കുകയാണ്. എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് അരുൺ ചോദിക്കുമ്പോൾ സാരിയുടെ കാര്യമെല്ലാം ശ്രീകുട്ടി പറയുകയാണ്. ഒടുവിൽ മോൾക്ക് വേണ്ടി അരുൺ അത് വാങ്ങിക്കൊടുക്കുന്നു. ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാ, അമ്മയ്ക്ക് ഞാൻ സമ്മാനം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അങ്കിൾ എന്താണെങ്കിലും വീട്ടിലേക്ക് വരണം, നമുക്ക് ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അത് വേണ്ട മോളെ, പിന്നീട് ഒരിക്കൽ അങ്കിള് വരാം, ഇപ്പം മോളെ അങ്കിള് വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്നും അരുൺ പറയുന്നു. ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന ശ്രീകുട്ടിയാണ് കാണിക്കുന്നത്. അല്ല, മോൾക്ക് വേറെന്തെങ്കിലും വേണോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ശ്രീകുട്ടി അരുണിനെ തന്നെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.